അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? മനുഷ്യന് സമയവും പണവും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയണം. 4 തരം മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുണ്ട്. പണമുണ്ട്, പക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ സമയമില്ല. ഒരു കൂട്ടർ പണവും ഇല്ല, സമയവും ഇല്ല. ചിലരുണ്ട് ഒരുപാട് സമയമുണ്ട്, പണമില്ല. മറ്റൊരു കൂട്ടർ അവർക്ക് പണവുമുണ്ട്, സമയവുമുണ്ട്. നമ്മൾ ഏത് കൂട്ടത്തിൽ പെടുമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കാം. പണവുമില്ല, സമയമില്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മളിത് രണ്ടും ഉണ്ടാക്കണം. സമയം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മൾ വിളിക്കുന്ന ശക്തി ഒരേപോലെ ഒന്നിനെയും സൃഷ്ടിച്ച് വെച്ചിട്ടില്ല. എല്ലാം വ്യത്യസ്തത നൽകിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാത്തിനും കൊടുത്തത് ഒരേ സമയമാണ്. അഥവാ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരു സെക്കൻഡാണ്, ഒരു മിനിറ്റാണ്, ഒരു മണിക്കൂറാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു വഴിക്ക് പോകണമെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ വരാവുന്ന പ്രയാസങ്ങളെ ഓവർകം ചെയ്യാനുള്ള പരിഹാരം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ട് പോകുമ്പോൾ ആ യാത്ര എനിക്ക് എളുപ്പമുള്ളതായി മാറും. അത് വ്യക്തമായ ഒരു വിഷൻ, ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. അതൊന്നുമില്ലാതെ വരുന്നിടത്ത് കാണാം എന്ന മാത്രയിൽ പോകുന്ന സമയത്ത് നമുക്ക് അബദ്ധങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത്? ഞാൻ വിചാരിച്ച പോലെ, ഞാൻ കരുതിയ പോലെ, ഞാൻ ചിന്തിച്ച പോലെ. ഇത് ആരുടെ പ്രശ്നമെന്നറിയോ? നമ്മുടെ പ്രശ്നം അല്ലേ? ഞാൻ ചിന്തിച്ചതല്ലേ, ഞാൻ വിചാരിച്ചതല്ലേ, ഇത് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇതിനുള്ള പരിഹാരമാണ് പ്ലാനിങ്. ഇവിടെയാണ് നമുക്ക് സമയത്തെ ക്രമീകരിക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ പ്രശ്നം പണമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് പണമില്ല? ഞാൻ ഇന്ന് ഒരു ലെവലിൽ ചിന്തിക്കുന്നു, സമ്പാദിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഫോക്കസ് 1000 രൂപയാണ്. അത് ഏത് രൂപത്തിലുണ്ടാക്കണം എന്നതും എൻ്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായതാണ്. അപ്പോൾ ഞാനിന്ന് ഒരു മേഖലയിൽ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത് ആയിരുന്നു എൻ്റെ വിഷൻ, എൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നു. അതിനു വേണ്ടി എനിക്ക് അറിവില്ലാത്ത സമയത്ത്, എനിക്ക് വിവരമില്ലാത്ത സമയത്ത് എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിയ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, അത് നടപ്പാക്കി. അല്ലാതെ നമ്മൾക്ക് ജന്മന കിട്ടിയ കഴിവൊന്നും അല്ല നമ്മളിന്ന് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, നമ്മുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു ലെവലിൽ നിന്ന് ഒരു തീരുമാനമെടുത്ത് അപ്പോൾ എനിക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ച് നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് എന്തൊക്കെയോ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എനിക്ക് ഒരു ഉയർന്ന തലത്തിലേക്ക് സമ്പാദിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിലേക്ക് മാറണം. പണം ഒരുപാട് കിട്ടുന്ന മേഖല, ആ മേഖലയിലേക്ക് ഞാൻ എൻ്റെ കഴിവിനെ വർദ്ധിപ്പിക്കണം. അതിന് ഞാൻ പഠിക്കണം. ഞാൻ പഠിക്കാൻ തയ്യാറല്ല, ഞാനെല്ലാം അറിഞ്ഞവനാണ്, തികഞ്ഞവനാണ് എന്ന ഒരു ധാരണയാണ് ഇന്ന് നമ്മൾക്കെല്ലാവർക്കും. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം എവിടെയും എത്താതെ നിൽക്കുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ഒരു മനുഷ്യന് വേണ്ടത്. നമ്മൾ ഒന്നുമല്ലാതിരുന്ന ഒരു സമയത്ത് ചില തീരുമാനങ്ങളെടുത്ത് നമ്മൾ ചിലത് പഠിക്കാൻ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇതിലും വലിയ ഒരു ഫോക്കസ് എനിക്കുണ്ടെങ്കിൽ അത്തരം വരുമാനം കിട്ടുന്ന മേഖലയിലേക്ക് ഞാൻ മാറുകയും അതിനു വേണ്ടി ഞാൻ പഠിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് നമുക്കാർക്കും ഇല്ലാതെ പോകുന്നത്. ഇങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ.